ഇതുവരെ നമ്മുടെ മുന്നിലുള്ളത് ഇതുവരെ ഊഹാപോഹങ്ങളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം ഒരൊറ്റ ഫലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നില്ലാതെ എല്ലാം. റിപ്പബ്ലിക് TV ആണെങ്കിൽ 2 ഏജൻസികളെ വെച്ച് സർവേ നടത്തി ഏറെക്കുറെ ഒരേ ഫലം ആണ് പ്രവചിക്കുന്നത്, ഒരേ സീറ്റ് നില. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇത് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ കക്ഷികളോ കക്ഷി നേതാക്കളോ ഇത് തള്ളിക്കടഞ്ഞേക്കാം. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എക്സിറ്റ് പോളിനെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച തന്നെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു. അങ്ങയുടെ ആദ്യ വിലയിരുത്തൽ എന്താണ്? നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് തന്നെ ആകുമോ അന്തിമ ഫലം? when the real numbers come out, sir? എക്സിറ്റ് പോൾ സാധാരണഗതിയിൽ വലിയ അപകടങ്ങൾ സംഭവിച്ച ചരിത്രമില്ല, അപൂർവമായിട്ടേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തുന്ന സർവേ ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തു പോകുന്ന വോട്ടർമാരെ കണ്ട് അവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അതിലെ വിവരശേഖരണം ഏറെക്കുറെ ആക്യുറേറ്റ് ആയിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപൂർവമായിട്ടേ തെറ്റിപ്പോയ അനുഭവമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇത്തവണത്തെ എക്സിറ്റ് പോളുകൾ ഒരുപാട് ഏജൻസികൾ നടത്തി. എല്ലാ ഏജൻസികളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരേ കാര്യമാണ്: മോദി ഗവൺമെൻറ് തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും. മാത്രമല്ല വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് അത് കുതിക്കുന്നതെന്നും പറഞ്ഞു. ആ നിലയ്ക്കാണ് എക്സിറ്റ് പോൾ ഡേറ്റ വന്നിരിക്കുന്നത്. അത് 360 തൊട്ട് 401 വരെ പറയുന്ന സർവേ ഏജൻസികളുണ്ട്. ഏറ്റവും കുറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് 350-നടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഭരണ തുടർച്ചയുണ്ടാകും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും, സഖ്യകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും. ഈ നിലയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോളുകളുടെ അപ്പാടെ നമ്മളത് അതുപോലെ അങ്ങ് സ്വീകരിക്കണമെന്നില്ല. അതിനകത്ത് കുറേയൊക്കെ ഇൻഫ്ലേഷനോ കുറേ ചെറിയ രീതിയിലുള്ള അപാകതകളോ ഒക്കെ വരാം. അത് ആ ഫാക്ടർ, എറർ ഫാക്ടർ, മാർജിൻ ഓഫ് എറർ ഫാക്ടറോടെ ഇതിനകത്ത് കണക്കിലെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു തള്ളിച്ച, ഒരു 370, 360 ആ നിലയ്ക്ക് വലിയ രീതിയിൽ വരുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഭരണം തുടരുമെന്ന് മാത്രമല്ല, വിജയമുണ്ടാകും. ദക്ഷിണേന്ത്യയിലും BJPയുടെ ശക്തി വളർന്നതായിട്ടും നമുക്ക് എക്സിറ്റ് പോളുകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇത്രയും സീറ്റുകൾ കിട്ടുമോ എന്ന കാര്യത്തിൽ പക്ഷേ മറ്റുള്ളവർ കൂടി ചേർന്ന ശേഷം ദക്ഷിണേന്ത്യയും മറ്റിടങ്ങളും. ഇനി സാറിനോട് തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാനിരുന്ന ഒരു കാര്യമൊന്ന് ചോദിക്കാം. അതായത് സാർ, ഇത് പല രീതിയിലുള്ള പ്രചാരണങ്ങൾ, അതല്ലെങ്കിൽ ഈ വിജയത്തിന് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നൽകുന്ന സൂചനകൾ എന്തുകൊണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഓഹരി വിപണി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ വൻ കുതിപ്പിലാണ്, റെക്കോർഡ് നമ്പേഴ്സിലേക്കാണ് പോകുന്നത്. ഇതിലെ ഘടകം BJPയുടെ അല്ലെങ്കിൽ NDAയുടെ തുടർച്ചയായ മൂന്നാം മോദി സർക്കാരിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്രാൻഡ് M തന്നെയല്ലേ? മോദി എന്ന ബ്രാൻഡ്, അത് തന്നെയല്ലേ ഇതിലെ ഏറ്റവും നിർണായക ഘടകം? കുറച്ചുകൂടി ചുരുക്കി ചോദിച്ചാൽ എന്തുകൊണ്ട് വീണ്ടും മോദി? വളരെ വ്യക്തമാണല്ലോ. അതിനെ എന്തുകൊണ്ട് മോദി എന്ന് ചോദിച്ചതിന് ഒരു ഷോർട്ട് കട്ടിൽ ഒരു ഉത്തരം പറഞ്ഞാൽ, പഴയ കാലത്ത് കോൺഗ്രസിൻ്റെ പ്രഭാവമുള്ളൊരു കാലഘട്ടത്തിൽ അന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്: ദർ ഈസ് നോ അൾട്ടർനേറ്റീവ്, TINA. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ചൂണ്ടിക്കാണിക്കാൻ രാജ്യത്തിൻ്റെ ഭാവിയും രാജ്യത്തിൻ്റെ സ്ഥിരതയും രാജ്യത്തിൻ്റെ വളർച്ചയും എല്ലാം നോക്കുമ്പോൾ ജനങ്ങൾ മുന്നിൽ നോക്കുന്നത് അതല്ല. ഈ കെജ്രിവാളും മമതയും രാഹുലും സ്റ്റാലിനും ശരത് പവാറും ഒക്കെ ചേർന്നിട്ടും ഒത്തുപിടിച്ചിട്ടും അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടും അത് യേശുന്നില്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ വലിപ്പം എത്രയാണ്? തീർച്ചയായിട്ടും അതിന് യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിൻ്റെ കുറവ് വളരെ വ്യക്തമാണ്, വൈരുദ്ധ്യങ്ങളുടെ കുറവ് വ്യക്തമാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച നേതാക്കന്മാരെല്ലാം ചില സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരിക്കുന്ന ചരിത്രവും നമുക്കറിയാം. അപ്പോൾ ആൻറ്റി മോദി എന്നുള്ളൊരു ഘടകം മാത്രം വച്ച് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നത്. മാത്രമല്ല, മോദി ബ്രാൻഡ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. കാരണം ഗ്രാമങ്ങളിലൊക്കെ, ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ
ഗവൺമെൻറ്റിനെ കുറിച്ച് സാധാരണക്കാർക്ക് വിലയിരുത്താൻ ഒത്തിരി കഴിയുന്നുണ്ട്. അത് വലിയ ഒരു നോളജബിൾ സൊസൈറ്റി ആവണമെന്നില്ല. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്, വെല്ലുവിളികൾ പറയുന്നുണ്ട്. അതേസമയം സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ പറയുന്നുണ്ട്, നേടിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വിമർശനമുള്ളവർ പോലും അവസാനം ചോദിക്കുന്നൊരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കാൻ പറ്റിയത് ആരാണ് എന്ന ചോദ്യത്തിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഈ CSDS-ൻ്റെ ഒരു സർവേ ഇലക്ഷൻ്റെ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണും. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം 22%. ആ 22% വ്യത്യാസം എന്ന് പറയുമ്പോൾ 40-ഉം 62-ഉം എന്ന് ഉദാഹരണത്തിന് പറഞ്ഞാൽ ആ 22 പോയിന്റിനെ കവർ ചെയ്യുന്ന രീതിയിൽ ലീഡർഷിപ്പ് ഇല്ല. ഇപ്പോൾ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രോമിനൻ്റായ ലീഡറിന് കിട്ടുന്നതിനേക്കാൾ 22% പോയിൻറ്റ്സ് ഹൈ ആണെന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമാണ്. അതിൽ കൂടുതൽ എന്താ തെളിവ്? സാധാരണക്കാരുടെ ജനങ്ങളുടെ കയ്യിൽ മനസ്സിൽ മോദി ഘടകം ശക്തമായിട്ടുണ്ട്. നേരത്തെ ഈ ചർച്ചകളൊക്കെ വരുന്നതിന് മുമ്പ്, എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പുള്ള ചർച്ചകളിലൊക്കെ മോദി വിരുദ്ധ തരംഗമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല.